ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ അതീവ ശ്രദ്ധയോടെ കേൾക്കണം. മഹേന്ദ്രൻ കുഞ്ഞിന്റെ ജന്മം പൈശാചികമാണ്. 75 വർഷങ്ങളിൽ ഒരിക്കൽ ഈ ഭൂലോകത്ത് ഇങ്ങനെ ഒരു ജന്മമുണ്ടാവും. അത് സാത്താന്റെ ജന്മമാണ്. അവൻ ഈ ഭൂലോകം കീഴടക്കി വാഴാൻ വെമ്പൽ കൊണ്ട് നടക്കുകയാണ്. എന്നാൽ ദൈവീകമായ ശക്തിയാൽ പല തവണയും അവൻ തോൽക്കുകയാണ് പതിവ്. ഞങ്ങൾക്കുണ്ടായ കുട്ടിയുടെ ദേഹത്ത് എങ്ങനെ സാത്താൻ കയറിയെന്ന് മനസ്സിലാവുന്നില്ല. പറയാം, അവിടേക്കാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നിങ്ങളറിയാതെ നിങ്ങൾക്കുണ്ടായ കുട്ടിയുടെ ദേഹത്ത് സാത്താൻ കയറുകയായിരുന്നു. എന്താ സ്വാമി പറയുന്നത്? 10 വർഷങ്ങൾക്ക് പിന്നിലേക്ക് നിങ്ങളൊന്ന് ഓർമ്മിച്ചു നോക്കൂ. നിങ്ങളുടെ വിവാഹം കഴിഞ്ഞ് ആദ്യ രാത്താൻ ഊട്ടിക്ക് പോയത് ഓർമ്മയുണ്ടോ? ഓർമ്മിക്കുന്നു. അന്ന് നിങ്ങൾ ഊട്ടിക്ക് പോയത് ഈ ശാന്തിവനം ഗ്രാമത്തിലൂടെയായിരുന്നു. ഈ ഗ്രാമത്തിൽ പണ്ട് ബ്രിട്ടീഷുകാരൻ പണിതിട്ടൊരു ബംഗ്ലാവ് ഉണ്ടായിരുന്നു. കൊല്ലും കൊലയും വ്യഭിചാരവും ഒക്കെ നടന്നിരുന്ന ഒരു ബംഗ്ലാവ്. എത്രയോ യുവതികളുടെ തേങ്ങലുകൾ. ഇവയെല്ലാം അന്നത്തെ സായപ്പന്മാരുടെ ക്രൂരതകളായിരുന്നു. അങ്ങനെ മരിച്ച അനേക ആത്മാക്കളുടെ പ്രേതലോകമായി മാറിയ ആ ബംഗ്ലാവ് അന്ന് നിങ്ങളോടെ എത്തി. ഓർമ്മിച്ചു നോക്കൂ, ശരിയല്ലേ? അന്ന് 3 ദിവസത്തെ ഉപവാസത്തോടുകൂടിയുള്ള മന്ത്രോച്ചാരണങ്ങളുമായി എന്റെ പ്രാർത്ഥനാ മുറിയിലിരുന്ന് ഞാൻ ഈ സംഭവങ്ങൾ മുഴുവൻ എന്റെ ജ്ഞാനദൃഷ്ടിയിൽ കണ്ടു. അന്ന് മോഹനും മറിയയും ബന്ധപ്പെട്ട ദിവസം നിങ്ങളുടെ ഗർഭപാത്രത്തിൽ വന്നു കൂടിയത് പിശാചിന്റെ ബീജമായിരുന്നു. അവന്റെ ജന്മോദ്ദേശം മനസ്സിലാക്കിയ ഞാൻ കാത്തിരിക്കുകയായിരുന്നു. 10 വർഷങ്ങൾക്ക് ശേഷം ഒരിക്കൽ ഇവിടെ അവൻ വരുമെന്ന് ഉറപ്പായിരുന്നു. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്താണ് ഇനി ഇതിനൊരു പരിഹാരമാർഗം? പരിഹാരമുണ്ട്, പക്ഷേ അപകടം നിറഞ്ഞതാണ്. ഇന്ന് മിഥുന പഞ്ചമിയാണ്. ഇന്ന് വെളുപ്പിന് 3 മണിയോടെ അവനെ തളയ്ക്കാൻ സാധിച്ചാൽ നമുക്ക് മഹേന്ദ്രനെ രക്ഷിക്കാം. നമുക്ക് ഒരുമിച്ച് നിൽക്കാം. ഈ ലോകം മുഴുവൻ കീഴടക്കാൻ വെമ്പൽ കൊണ്ട് നിൽക്കുന്ന സാത്താനെ തളയ്ക്കാൻ ഞാൻ മാത്രം പോരാ, എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം. പ്രാർത്ഥനയിലൂടെയും പരിഹാര ക്രിയയിലൂടെയും അവന്റെ ശക്തി കുറച്ചിട്ട് വേണം അവനെ തളയ്ക്കാൻ. ഇല്ലെങ്കിൽ അവൻ എല്ലാവരെയും കൊല്ലും. ഞാനിപ്പോൾ ജപിച്ചു തരുന്ന ഈ ഏലസ് മോഹൻദാസ് ധരിക്കണം. അവൻ അറിഞ്ഞിരിക്കുന്നു. ഭയപ്പെടേണ്ട, നമുക്കുടനെ അവന്റെ അടുത്തെത്തണം. വരുമോനെ, നമുക്ക് പോവാം. പോകാറായിട്ടില്ല, ഇനിയും കുറച്ച് സമയം കൂടി. എന്താ, നിനക്ക് പേടിയില്ലേ? പേടിയോ? എനിക്കോ? നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? പിന്നെ ഞാൻ എങ്ങനെ പറയണം? ഞാൻ പോവാ, എനിക്ക് പേടിയാവുന്നു. അങ്ങനെ പോകാൻ പറ്റില്ല. കൊല്ലാതെ നിന്നെ ഞാൻ വിടില്ല. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരേണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരയണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. സ്നേഹനിധിയായ പിതാവേ, ആ കുഞ്ഞിന്റെ ശരീരത്തിൽ കൂടിയിരിക്കുന്ന സാത്താനെ അങ്ങ് അവനിൽ നിന്നും അകറ്റണമേ. അങ്ങ് അന്ന് പിശാച് ബാധിതയായ സ്ത്രീയെ മോചിപ്പിച്ചതുപോലെ ഈ കുഞ്ഞിനെയും രക്ഷിക്കണമേ. ഈ കുഞ്ഞിനെ അങ്ങേക്കായി ഞാൻ സമർപ്പിക്കുന്നു. ആമേൻ.
ശിവനിയേ സ്വാഹ ഓം യോഗലീലാനന്ദനാൽക്കിനേ സ്വാഹ ഓം സൂര്യപുംഗസ്വരായ സ്വാഹ ഓം സൂര്യപുംഗസ്ഥൂലേ സ്വാഹ ഓം മഹായേ സ്വാഹ ഓം ശശ്വരവസ്തുവർത്തനേ സ്വാഹ ഓം നാമരൂപാഭിഷേകായ സ്വാഹ ഓം ശൂന്യകൽപ്പവികൃതായ സ്വാഹ ഓം ശനൈശ്വരവർണായ സ്വാഹ ഓം ശനൈശ്വരസമുദ്രായ സ്വാഹ ഓം ദുരിതകൃതശലായ സ്വാഹ ഓം ശിശിരവസ്തുവർത്തനേ സ്വാഹ ഓം കാരുണ്യാവലേ സ്വാഹ ഓം നിത്യപ്രഭുരായ സ്വാഹ ഓം കാരുണ്യാവലേ സ്വാഹ ഓം മഹാകാലേ സ്വാഹ മോനെ മോനെ മഹേന്ദ്ര മഹേന്ദ്ര മഹേന്ദ്ര